ഹായ് വെൽക്കം ടു 1 2 3 തോട്ട്സ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ് സാലഡ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ലഞ്ചോ ഡിന്നറോ ഒക്കെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ഒരു സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഒരു അര കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി, ഒരു പകുതി നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്, 3/4 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയുമാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാണ് നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 10-12 റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടല കൂടി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഫിഷ് സോസോ വേറെ ഏതെങ്കിലും സോസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. മയണൈസും വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷെ അത് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കാം. ഒരു ഹാഫ് സവാള ഈ രീതിയിൽ കട്ട് ചെയ്തത്, അര കപ്പ് തക്കാളി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അര കപ്പ്, കാപ്സിക്കം 1/4 കപ്പ്, പുഴുങ്ങിയ മുട്ട 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിംഗ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയിലയുടെ ഈ മിക്സൊക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് നേരം വെച്ചിരുന്നാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ അരച്ചെടുത്ത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ വെജിറ്റബിൾസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് നാരങ്ങാനീരും അതേപോലെ തന്നെ ഉപ്പും പെപ്പർ പൗഡറും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. പുതിയ വീഡിയോസുമായി കാണുന്നതുവരേക്കും ബൈ.